ഇന്നലെ ഉണ്ടല്ലോ കുറച്ച് ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കി. അപ്പം നിങ്ങളോർക്കും ഇന്നിപ്പോൾ ചിപ്സിൻ്റെ വീഡിയോ ആണ്. അതല്ല കേട്ടോ, വേറൊരു ഐറ്റമാണ്. ഈ ചിപ്സ് ഉണ്ടാക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ പാടെന്നാണെന്നറിയോ, അതിൻ്റെ ആ സ്കിന്ന് പോവാതെ തൊലി പൊളിച്ചെടുക്കുക എന്നുള്ളതാണ്. അതൊരു വമ്പൻ ടാസ്ക് തന്നെയാണ് കേട്ടോ. ഇക്കാണ് കേട്ടോ എനിക്കിതെല്ലാം പൊളിച്ച് തന്നത്. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടൊരു സൂത്രപ്പണിയാണ്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ അടുക്കള കിടക്കണ കോലം കണ്ടോ, രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല. അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം ഇനി ഇത് അരിയാനും വീഡിയോ എടുക്കാനും എല്ലാം. ഇപ്പോൾ പിന്നെ ഇങ്ങനത്തെ മിക്സിയൊക്കെ ഉള്ളത് കാരണം അരിഞ്ഞെടുക്കലൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കഴിയും. അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ചെറുപയറൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചിട്ട് നോർമൽ രീതിയിൽ വേവിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മീൻ കറിയും വെക്കുന്നുണ്ട്. ഈ മീനിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടോ, ഞാൻ മീൻ മുറിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് രണ്ടാക്കത്തില്ല, പക്ഷേ ഇതിലും കുറച്ചുകൂടി ചെറുതായിരിക്കും. ഇന്നിപ്പോൾ ഇക്ക മീൻ മുറിച്ചത് കാരണമാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇക്ക എന്നെ എല്ലാത്തിനും സഹായിക്കാറുണ്ട് കേട്ടോ. നാട്ടിലുള്ളപ്പോൾ എനിക്ക് സുഖമാണ്. ആൾ നാട്ടിലുണ്ടെങ്കിൽ എനിക്ക് പകുതി പണി ആൾ ചെയ്തു തരും. അപ്പോൾ അതാ ഉരുളി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും കൂടെ വഴറ്റണം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഏത്തക്കാടെ തൊലിയെന്നാണോ തൊണ്ടെന്നാണോ നിങ്ങൾ എന്താ പറയണതെന്ന് വെച്ചാൽ ആ ഒരു സംഭവം ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടേ മൂടി വെച്ച് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കണം. ആ ഒരു ടൈമിൽ തന്നെ ഏകദേശം ഇവിടെ മീൻകറിയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോവേ. എന്നിട്ട് ഇത് ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പയറില്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ വീട്ടിൽ എപ്പോഴും തന്നെ ഈ ഒരു തോരൻ ഉണ്ടാക്കും. കാരണം എപ്പോഴും തന്നെ കായ അല്ലെങ്കിൽ ചക്ക അങ്ങനത്തെ ചിപ്സുകളൊക്കെ ഒന്നിച്ച് ഉണ്ടാക്കി വെക്കാറുണ്ട്. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ ചിപ്സ് ഉണ്ടാക്കാറുള്ളൂ. ചിപ്സ് ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ തൊലി കിട്ടുള്ളൂ. തൊലി കിട്ടിയാൽ മാത്രമല്ലേ ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു തോരൻ കഴിച്ചിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണേ.